ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ രാജ്യത്താകെ അന്തരീക്ഷം കലുഷമായപ്പോൾ സാമുദായിക ബന്ധങ്ങളെ അത് ആകെ ഇളകി മറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രാജ്യത്തിലെ ഏറ്റവും സമുന്നതരായ മനുഷ്യശ്രേയികളും ആക്ടിവിസ്റ്റുകളുമായ ജീവിത തുറകളിൽ വ്യക്തിബുദ്ധികളെ പതിപ്പിച്ചുകൊണ്ടിരുന്ന ചില മഹത്തുക്കൾ ചേർന്നാണ് FTCAക്ക് രൂപം നൽകിയതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് താർക്കുണ്ടെ തുടങ്ങിയ ന്യായാധിപന്മാരുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ സാമൂഹിക രംഗത്ത് വ്യക്തിബുദ്ധികൾ പതിച്ചുകൊണ്ടുള്ള കുൽദീപ് ദിയാറെ പോലെയുള്ള മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. വേറെ പലരും ഉണ്ടായിരുന്നു, ഞാൻ അവരുടെ പേരുകളെല്ലാം ഓർക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ പാരമ്പര്യം അന്ന് രാജ്യത്തിലെ അന്തരീക്ഷം സൗഹാർദ്ദത്തിൻ്റെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയുടെയുമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ FDCA അതിന് സാധ്യമായ പരിപാടികളെ സംഘടിപ്പിച്ചു, പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു, മറ്റു പല ഇടപെടലുകളും നടത്തി, വർഗീയ കലാപങ്ങൾ നടന്നെടുത്ത് പോയി അന്വേഷണം നടത്തി, റിപ്പോർട്ടുകൾ സമർപ്പിച്ചു, അതിലൂടെ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നു. ഇതൊക്കെയാണ് സംഭവം. ഇപ്പോൾ വീണ്ടും അന്തരീക്ഷം കലുഷമായിക്കൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരായ അതിൻ്റെ ശില്പികളിൽ പലരും ഇപ്പോൾ നമ്മോടൊപ്പമില്ലെങ്കിലും പുതിയ ഒരു തലമുറ ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അവർക്ക് അതിലുള്ള കരുത്തും ശക്തിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.